السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏറെ ശ്രേഷ്ഠതയുള്ള ഈ ഒരു വേദിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. സത്യനിഷേധികളായ ആളുകളുടെ മരണാനന്തര ജീവിതത്തിലെ നരകത്തിലെ അവസ്ഥ എന്താണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയും അതികഠിനമായ ശിക്ഷ നരകത്തിൽ അവർക്ക് ലഭിക്കും, പരുഷമായ ശിക്ഷയായിരിക്കും അത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നു. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളിൽ എന്താണ് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي بخلق جديد. وما ذلك على الله بعزيز. وبرزوا لله جميعا فقال الضعفاء
فقال الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا من عذاب الله من شيء قالوا لو هدانا الله لهديناكم سواء علينا أجزعنا أم صبرنا ما لنا من محيص وقال الشيطان لما قضي الأمر إن الله وعدكم إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم അല്ലാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അവരെ സംബന്ധിച്ച് പറയുന്ന ശ്രദ്ധേയമായൊരു കാര്യമാണ് 18-ാമത്തെ ആയത്തിലുള്ളത്.
മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ചവരുടെ ഉപമ. മസലുൻ എന്ന് പറഞ്ഞാൽ ഉപമ, ഉദാഹരണം. ആരുടെ ഉദാഹരണം? അല്ലദീന കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ, കുഫർ കാണിച്ച ആളുകൾ. കഫറ യക്ഫുറു കുഫ്റാനൻ, നിഷേധിക്കുക. കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ച ആളുകൾ. അഅ്മാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ. അമലിൻ്റെ ജംആണ്, ബഹുവചനമാണ് അഅ്മാൽ. അവരുടെ പ്രവർത്തനങ്ങൾ കറമാദിൻ, റമാദ് പോലെയാണ്. റമാദ് എന്ന് പറഞ്ഞാൽ ചാരം, വെണ്ണീര്. കത്തിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വെണ്ണീരിനാണ്, ചാരത്തിനാണ് റമാദ് എന്ന് പറയുന്നത്. അപ്പോൾ സത്യനിഷേധികളുടെ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണം കറമാദിൻ, ക എന്ന് പറഞ്ഞാൽ പോലെ, കറമാദിൻ ചാരം പോലെയാണ്, വെണ്ണീര് പോലെയാണ്. എങ്ങനെയുള്ളത്? ഇഷ്തദ്ദത് ബിഹിർ റീഹു, ഇഷ്തദ്ദ എന്ന് പറഞ്ഞാൽ ശക്തമാവുക. ആ ചാരത്തിൽ, ആ വെണ്ണീരിൽ ശക്തമായൊരു കാറ്റടിച്ചു. ഇഷ്തദ്ദ എന്ന് പറഞ്ഞാൽ ശക്തമായൊരു കാറ്റ്. ബിഹിർ റീഹു, റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ ശക്തമായ കാറ്റടിച്ച വെണ്ണീര് പോലെയാണ്. അതും എപ്പോൾ? ഫീ യൗമിൻ ആസിഫിൻ, കൊടുങ്കാറ്റുള്ള അല്ലെങ്കിൽ അതിശക്തമായ കാറ്റുള്ള ഒരു ദിവസത്തിൽ. ആസിഫ് എന്ന് പറഞ്ഞാൽ ആസഫ യാസിഫ് ആസ്ഫൻ എന്ന് പറഞ്ഞാൽ ശക്തമായി ആഞ്ഞടിക്കുക, ആഞ്ഞു വീശുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫീ യൗമിൻ ആസിഫ് എന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റുള്ള ഒരു ദിവസം. ഇഷ്തദ്ദത് ബിഹിർ റീഹു, ആ കാറ്റ് അതിശക്തമായി ഒരു വെണ്ണീരിൽ വന്നു ഭവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ചാരത്തിൽ വന്ന് അത് അന്തരീക്ഷത്തിൽ ധൂളികളായി അപ്രത്യക്ഷമായി പോകും. അതിൽ നിന്ന് വല്ലതും എടുക്കാനോ ഉപയോഗിക്കാനോ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലാ യഖ്ദിറൂന, അവർക്ക് സാധ്യമല്ല. ഖദറ യഖ്ദിറു ഖദറൻ, ലാ യഖ്ദിറൂന, അവർക്ക് കഴിയില്ല. മിമ്മാ കസബു, അവർ സമ്പാദിച്ചതിൽ നിന്ന്. കസബ യക്സിബു കസ്ബൻ, സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക. അവർ പ്രവർത്തിച്ചതിൽ നിന്ന് അവർക്ക് സാധിച്ചില്ല. അലാ ഷൈ, ഒന്നും എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരവും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അവർ അധ്വാനിച്ച പ്രവർത്തനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈ. ദാലിക ഹുവ ദ്ദലാലുൽ ബഈദ്, ദാലിക ഹുവ, അത് തന്നെയാണ്. ദാലിക ദ്ദലാലുൽ ബഈദ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ദാലിക ഹുവ, അത് തന്നെയാണ് അദ്ദലാലുൽ ബഈദ്, വ്യക്തമായ വിദൂരമായ വഴികേട്. ദലാൽ എന്ന് പറഞ്ഞാൽ വഴികേട്. ദല്ല യദില്ലു ദലാലൻ, വഴികേട്. അൽ ബഈദ് എന്ന് പറഞ്ഞാൽ വിദൂരമായ വഴികേട് എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ചെറിയ വഴി തെറ്റലല്ല, വലിയ രൂപത്തിൽ വഴി തെറ്റിപ്പോയി ഒരിക്കലും മടങ്ങാൻ പറ്റാത്ത വിധമുള്ള ബഹുദൂരമായിട്ടുള്ള വഴികേടാകുന്നു അത്. ദാലിക ഹുവ ദലാലുൽ ബഈദ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ്റെ അതിദയനീയമായ വലിയ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ സൃഷ്ടിച്ചത്. ആകാശങ്ങളെയും ഭൂമിയെയും സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആല, അവൻ സൃഷ്ടിച്ചത് കൊണ്ടാണ് നാമൊക്കെ ഈ പ്രപഞ്ചത്തിൽ വന്നിട്ടുള്ളത്. അവൻ്റെ തീരുമാനപ്രകാരമാണ്, അവൻ്റെ ഖദറനുസരിച്ചാണ്, അവൻ്റെ മശീഅത്തനുസരിച്ചാണ്, അവൻ്റെ ഇറാദത്തനുസരിച്ചാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഭൂമിയിൽ നമുക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നിരിക്കെ അങ്ങനെയുള്ള ഒരു സ്രഷ്ടാവിനെ, ഒരു ദൈവത്തെ, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടോ അവൻ പറഞ്ഞത് ധിക്കരിച്ചുകൊണ്ടോ ഉള്ള മനുഷ്യരുടെ പ്രവർത്തനത്തിന് യാതൊരു മൂല്യവും ഇല്ല എന്ന് മനസ്സിലാക്കുക. കാരണം അതിന് യാതൊരു പ്രസക്തിയുമില്ല. അതിന് പ്രസക്തി ഉണ്ടാവുമായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു പങ്കാളിത്തം നമുക്ക് ഉണ്ടാവേണ്ടിയിരുന്നു. അങ്ങനെയൊന്നില്ല, ഒരു പങ്കാളിത്തവും നമുക്കില്ല, ഒരു തീരുമാന അധികാരവും ആ വിഷയത്തിൽ നമുക്കില്ല. മറിച്ച് എല്ലാം അള്ളാഹുവിൻ്റെതാണ്, എല്ലാം നൽകിയത് അള്ളാഹുവാണ്, എല്ലാം സംവിധാനിച്ചത് അള്ളാഹുവാണ്,
എന്നിരിക്കെ റബ്ബിൻ്റെ തീരുമാനപ്രകാരം വന്ന സൃഷ്ടികൾക്ക് ആ റബ്ബിനെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, ജീവിക്കുക എന്നുള്ളത് ഒരു നിലക്കും സാധ്യമല്ല, പാടില്ല, അതിന് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ച ആളുകളുടെ ഉപമ. ഏതാണ് ആ കുഫർ? എല്ലാ കുഫറും അതിൽപ്പെടും. ഒരാൾ അള്ളാഹു ഇല്ല അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. അതേപോലെ തന്നെ അള്ളാഹു ഉണ്ട് എന്നാൽ ആ അള്ളാഹുവിലേക്ക് മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് അവരെ ആരാധിക്കാം, അവരോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അമ്പിയാക്കളോട് പ്രാർത്ഥിക്കാം, ഔലിയാക്കളോട് പ്രാർത്ഥിക്കാം, മലക്കുകളോട് പ്രാർത്ഥിക്കാം, ജിന്നുകളോട് പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാം, അവർക്കൊക്കെ ഇബാദത്ത് ചെയ്യാം എന്നൊരാൾ വിശ്വസിച്ചാലോ അതും കുഫറാണ്. അള്ളാഹു ഉണ്ട്, അതേ സന്ദർഭത്തിൽ വലിയകളെ ഔലിയാക്കളെ എല്ലാം ആരാധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പങ്കുചേർക്കലും കുഫറാണ്. ഇനി ഒരാൾ പറയുന്നു അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, സൃഷ്ടികൾ ആരെയും ആരാധിക്കാൻ പാടില്ല, പക്ഷേ പരലോകമെന്നൊരു സംവിധാനമില്ല, എങ്കിൽ അതും കുഫറാണ്. പരലോകമുണ്ട്, എല്ലാമുണ്ട്, എന്നാൽ 5 വക്ത് നമസ്കാരമില്ല എന്നൊരാൾ പറഞ്ഞാൽ അതും കുഫറാണ്. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ച യാതൊന്നിനെ നിഷേധിച്ചാലും അത് കുഫറാണ്, അവൻ കാഫിറുമാണ്. അവൻ മറ്റെല്ലാത്തിലും വിശ്വസിച്ചാലും ശരി. ഏതുപോലെ യഹൂദർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള സകല പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നു, പക്ഷെ അവർ ഈസാ നബിയിലും വിശ്വസിക്കുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നില്ല. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ പകുതി മുസ്ലിമീങ്ങളാണ് എന്നല്ല, പകുതി മുഅ്മിനീങ്ങളാണ് എന്നല്ല, ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ നിഷേധികൾ എന്നാണ്. അവരാണ് യഥാർത്ഥ നിഷേധികൾ. അവർ ആദം നബിയിൽ വിശ്വസിക്കുന്നുണ്ട്, തൗറാത്തിൽ വിശ്വസിക്കുന്നുണ്ട്, മൂസാ നബിയിൽ വിശ്വസിക്കുന്നുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, അവർ യഥാർത്ഥ കുഫറിൻ്റെ ആളുകളാണ്. എന്തുകൊണ്ട്? അവർ ഈസാ നബിയുടെ പ്രവാചകത്വത്തെ നിഷേധിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിഷേധിച്ചു. അവർ തൗറാത്ത് അംഗീകരിച്ചു, ഇഞ്ചീലിനെ അംഗീകരിച്ചില്ല. അവർ തൗറാത്ത് അംഗീകരിച്ചു, ഖുർആനിനെ അംഗീകരിച്ചില്ല. അവർ യഥാർത്ഥ കുഫറിൻ്റെ ആളുകളാണ്. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിലും മുഹമ്മദ് നബിയിലും വിശ്വസിക്കുകയും എന്നാൽ നമസ്കരിക്കേണ്ടതില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അതൊന്നും ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്നൊരാൾ മനസ്സിലാക്കിയാൽ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അയാൾ നിഷേധം കാണിച്ചാൽ അതൊക്കെ കുഫറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ എവിടെയാണോ ഈമാനിന് വിരുദ്ധമായ കുഫർ സംഭവിക്കുന്നത്, അത്തരം ആളുകളുടെ പ്രവർത്തനത്തിന് പ്രസക്തിയില്ല എന്നർത്ഥം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവിൽ ശരിയായ നിലക്ക് വിശ്വസിക്കാനാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കളൊക്കെ എന്തിലേക്ക് ക്ഷണിച്ചത്? സമിഅന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, പ്രവാചകന്മാർ വിളിക്കുന്നത് ഈമാനിലേക്കാണ്, ഈമാനിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടതുണ്ടോ അതിലൊക്കെ വിശ്വസിച്ചിരിക്കണം. അതിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ വമൻ യക്ഫുറു ബിൽ ഈമാനി ഫഖദ് ഹബിത അമലു. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസമായി അള്ളാഹു പഠിപ്പിച്ച ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും നിഷേധിച്ചാൽ ഫഖദ് ഹബിത അമലുഹു, അവൻ്റെ അമല് ബാത്തിലായി, പിന്നെ അതിന് പ്രസക്തിയില്ല. ഒരാൾ സദഖ ചെയ്യുന്നു, ധർമ്മം ചെയ്യുന്നു, പക്ഷേ അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് ധർമ്മമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പരിഗണിക്കപ്പെടുന്നേയില്ല. പരലോകത്ത് ആ ധർമ്മത്തിൻ്റെ പേരിൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിനെ നിഷേധിച്ചു, പരലോകത്തെ നിഷേധിച്ചു. ചെയ്തത് നന്മയല്ലേ? ആണ്. കുടുംബബന്ധം ചേർക്കുന്നു. മുസ്ലിമീങ്ങൾ മാത്രമാണോ കുടുംബബന്ധം ചേർക്കുന്നത്? മുഅ്മിനുകൾ മാത്രമാണോ കുടുംബബന്ധം ചേർക്കുന്നത്? നിഷേധികളായ ആളുകളും കുടുംബബന്ധം ചേർക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആ കുടുംബബന്ധം ചേർക്കുക എന്നതിന് ദുനിയാവിൽ മൻഫഅത്തുണ്ടാകാം, പരലോകത്ത് ഉപകാരമില്ല. എന്തുകൊണ്ട്? അവർ കുടുംബബന്ധം ചേർക്കണമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിനെ, കുടുംബബന്ധം ചേർക്കുന്ന രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ അവർ നിഷേധിച്ചു. സത്യത്തിൽ അവർ കുടുംബബന്ധം ചേർത്തത് എന്തുകൊണ്ടാണ്? അവരെ അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. ഇവിടെയുള്ള മൃഗങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരല്ല, ഇവിടെയുള്ള പക്ഷികൾ കുടുംബബന്ധം ചേർക്കുന്നവരല്ല,
ഇവിടെയുള്ള മത്സ്യങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരല്ല. എന്തുകൊണ്ട് മനുഷ്യനിൽ മാത്രം രക്തബന്ധവും കുടുംബബന്ധവും വിവാഹബന്ധവും ഉണ്ടായി? അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചത്. എന്നിരിക്കെ ആ റബ്ബിനെ നിഷേധിക്കുകയും ശേഷം ഇത് മാനുഷിക നന്മയാണ്, അതുകൊണ്ട് മാനുഷികമായ നന്മകളിലേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന വൈരുദ്ധ്യം പറയുന്നവരാണ് നിഷേധികൾ, യുക്തിവാദികളായ ആളുകൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഏതു തരം നിഷേധമാണെങ്കിലും റഹ്മാനായ റബ്ബിനെ വിശ്വസിക്കേണ്ടുന്ന രൂപത്തിൽ അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ചവർ, അല്ലെങ്കിൽ ആ റബ്ബിനെ അംഗീകരിച്ച് റബ്ബ് പറയുന്നതിനെ നിഷേധിച്ചവർ, രണ്ടു കൂട്ടരും അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ കറമാദിൻ, അതൊരു വെണ്ണുനീര് പോലെയാണ്, വെണ്ണീര് പോലെയാണ്, അല്ലെങ്കിൽ ചാരം പോലെയാണ്. ഇഷ്തദ്ദത് ബിഹി റീഹു ഫീ യൗമിൻ ആസിഫ്, ശക്തമായ കാറ്റുള്ള ദിവസം ശക്തമായ ഒരു കാറ്റടിച്ചാൽ വെണ്ണീര് പാറി പറന്നു പോകുന്നതാണ്, അതിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. ഏതുപോലെ സൂറത്തു ഫുർഖാനിലെ 23 അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിലേക്ക് നാം മുന്നിട്ട് പോവുകയും ആ പ്രവർത്തനങ്ങളെ പാറിപ്പറക്കുന്ന ധൂളികളാക്കി നാം മാറ്റുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ അവർ പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല അല്ലാഹു പറഞ്ഞത്, അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇലാമ അമിലു മിന അമലിൻ എന്നാണ് പറഞ്ഞത്, അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പാറിപ്പറക്കുന്ന ധൂളികളാക്കി അതിനെ പറത്തിക്കളയുന്നതാണ്. ഒന്നും അതിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയില്ല, എടുക്കാൻ കഴിയില്ല, ഉപകാരപ്പെടില്ല. എന്നതുപോലെ അമലുകൾ ഉപകാരപ്പെടുകയില്ല. കറമാദിൻ ഇഷ്തദ്ദത് ബിഹി റീഹു ഫീ യൗമിൻ ആസിഫിൻ ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈ, അവർ സമ്പാദിച്ചതിൽ നിന്ന് ഒന്നും അവർക്ക് സാധ്യമാവുകയില്ല, നേടിയെടുക്കാനോ ഉപകാരപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. ഇതിവിടെ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ധരിക്കരുത് പരിപൂർണമായും അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ പൂർണ്ണമായും നിഷേധിക്കുന്നവരുടെ കാര്യം മാത്രമാണോ ഇത് പറഞ്ഞത്? അല്ല, മറിച്ച് ഉലമാക്കൾ പറയുന്നത് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ശരി, തൗഹീദുള്ള ആളാണെങ്കിലും ശരി, ആ വ്യക്തി അമല് ചെയ്യുന്നത് റഹ്മാനായ റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ലെങ്കിൽ ആ അമലും ബാത്തിലായി പോകുന്നതാണ്, സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് സ്വഹീഹായ ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ അമില അമലൻ, ഒരാൾ ഒരു അമല് ചെയ്തു, അശ്റക ഫീഹി മഈ ഗൈരി, ഞാനല്ലാത്ത ഒരാളെ അതിൽ പങ്കാളിയാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ജനങ്ങളുടെ തൃപ്തിയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് ശിർക്ക് വരുന്നത്. എപ്പോഴാണ് പങ്കു ചേർക്കൽ വരുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തീരെ ചിന്തിക്കാതിരിക്കുമ്പോൾ അവിടെ ശിർക്ക് വരുന്നില്ല. മറിച്ച് എപ്പോഴാണ് ശിർക്ക് വരുന്നത്? ചെറിയ ശിർക്ക് അഥവാ റിയാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ജനങ്ങളുടെ ഒരു പ്രശംസയും അവരുടെ ഒരു കയ്യടിയും ദുനിയാവിൻ്റെതായ ചില കാര്യങ്ങൾ കൂടി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അത് ചെറിയ ഷിർക്കാണ്. ആ ചെറിയ ഷിർക്ക് സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തറക്തുഹു വശിർക്കഹു, അവനെയും അവൻ പങ്കുചേർത്ത ആ അമലിനെയും ഞാൻ ഉപേക്ഷിക്കുന്നതാണ്. റഹ്മാനായ റബ്ബ് സ്വീകരിക്കൂല, പ്രതിഫലം നൽകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുകയില്ല. സൂറത്തുൽ ബഖറയിലെ 264 ആയത്ത് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, പരലോകത്തിൽ വിശ്വസിക്കുന്നവരെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കരുത്. എങ്ങനെയൊക്കെ? നിങ്ങൾ സദക്ക ചെയ്തു, ആളുകളെ സഹായിച്ചു, പക്ഷേ 2 കാരണങ്ങൾ കൊണ്ട് അത് ബാത്തിലായി പോകും. ഒന്ന് ബിൽ മന്നി, അത് എടുത്തു പറയുക, എടുത്തു പറഞ്ഞ് അയാളെ സുയിപ്പാക്കുക, ആ അമല് ബാത്തിലായി പോകും. വൽ അദ, അതേപോലെ തന്നെ ഉപദ്രവിക്കുക, പ്രത്യുപകാരം ആവശ്യപ്പെടുക, അതിനയാളെ പ്രേരിപ്പിക്കുക, ഇല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക, അതാണ് ഉപദ്രവം എന്ന് പറയുന്നത്. ഇതുണ്ടാവരുത്. എന്നിട്ട് പറയാണ്, അത് ഏതുപോലെയാണ്? നിങ്ങൾ ഒരാൾക്ക് സദക്ക ചെയ്തു, എന്നിട്ട് നിങ്ങളത് എടുത്തു പറയുകയും അതിൻ്റെ പേരിൽ ആ വ്യക്തിയെ നിങ്ങൾ ഉപദ്രവിക്കുകയും അതേപോലെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ അയാളെ ചൂഷണം ചെയ്യുകയുമാണെങ്കിൽ അതേതുപോലെയാണ്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരെ പോലെ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ്.
ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരാൾ പണം ചെലവഴിക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലോ പരലോകത്തിലോ വിശ്വസിക്കാത്ത ആളുകളെപ്പോലെയും. ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബു ഫഅസാബഹു വാബിലു ഫതറകഹു സൽദാ ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അവരുടെ പ്രവർത്തനങ്ങൾ മിനുസമുള്ള ഒരു പാറപ്പുറത്തുള്ള മണ്ണ് പോലെയാണ്. ഒരു നല്ല മഴ പെയ്താൽ അതങ്ങ് ഒലിച്ചു പോകും. അതേപോലെ അവരുടെ സദഖയും ബാത്തിലായി പോകും. ജനങ്ങളെ കാണിക്കുക എന്ന ലക്ഷ്യം, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിക്കാതിരിക്കുമ്പോഴും അമലുകൾ ബാത്തിലായി പോകും. ശ്രദ്ധിക്കുക. 2, മൂന്നാമത്തത് ബിദ്അത്തുകൾ. എത്ര ഇഖ്ലാസോടുകൂടി ചെയ്തിട്ടും കാര്യമില്ല. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാലഹ. എല്ലാ കൂട്ടിച്ചേർക്കലുകളും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാലഹ, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, ളലാലത്തുകൾക്കൊക്കെ പോവാനുള്ള സ്ഥലം നരകമാണ്. ബിദ്അത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അവർ വിചാരിക്കുന്നത് അവർ നല്ലതാണ് പ്രവർത്തിക്കുന്നത്. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ തന്നെ അവരുടെ കർമ്മങ്ങൾ ബാത്തിലായി പോയിട്ടുണ്ട്. അവരെവിടെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ബാത്തിലായിപ്പോയി. അവർ വിചാരിക്കുന്നത് വയഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, അവർ നല്ലതാണ് ചെയ്യുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. നല്ലതല്ലേ, എന്താ അങ്ങനെ ചെയ്താൽ? പക്ഷേ അള്ളാഹു പഠിപ്പിച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. മതത്തിലുണ്ടാക്കുന്ന ബിദ്അത്തുകളാണെങ്കിൽ ആ ബിദ്അത്തുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻ ഫഹുവ റദ്ദ്. ഈ മതത്തിൽ ഇല്ലാത്തത് ആര് കടത്തിക്കൂട്ടിയാലും ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടും, അതിന് പ്രതിഫലം ഉണ്ടാവൂല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ അമലില്ലാത്ത, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു അമൽ ആര് ചെയ്താലും ഫഹുവ റദ്ദുൻ ഐ മർദൂദുൻ, അത് തള്ളപ്പെടുന്നതാണ്, അതിന് പ്രതിഫലം ഉണ്ടാവില്ല. ബിദ്അത്തുകൾ നിഷ്ഫലമായി പോകും. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് നിഷ്ഫലമായി പോകും. ഏതെങ്കിലും നിലക്കുള്ള കുഫറുകൾ സംഭവിച്ചാൽ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. അതേപോലെ തന്നെയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, അള്ളാഹുവിൽ പങ്കുചേർത്താൽ നബിയെ താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലായി പോകും. ആരോടാണ് പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബിയുടെ ഇഖ്ലാസിൻ്റെ അളവ് എത്രയാണ്? നബിയുടെ അമലിൻ്റെ ശുദ്ധി എത്രയാണ്? അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ റസൂലുള്ളയിലാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക്, ആ അമല് ബാത്തിലായി പോകുമെന്നാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ്. എത്ര അമല് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ മനുഷ്യർ വിഡ്ഢികളാണ്. അവർ വളരെ ആത്മാർത്ഥമായിട്ട് കുടുംബബന്ധം ചേർക്കുന്നു, വളരെ ആത്മാർത്ഥമായി ഇണകളെ പരിചരിക്കുന്നു, വളരെ ആത്മാർത്ഥമായി മക്കളെ നോക്കുന്നു, വളരെ ആത്മാർത്ഥമായി പള്ളികൾ കെട്ടിയുണ്ടാക്കുന്നു, വളരെ ആത്മാർത്ഥമായി മദ്രസകൾ ഉണ്ടാക്കുന്നു, വളരെ ആത്മാർത്ഥമായി ദഅവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, വളരെ ആത്മാർത്ഥമായി പാവങ്ങളായ ആളുകളെ സഹായിക്കുന്നു. എല്ലാം ഇഖ്ലാസോടു കൂടിയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് അള്ളാഹു അല്ലാത്തവരോട് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു, അള്ളാഹുവിൻ്റെ അസ്മാകളിലും സിഫാത്തുകളിലും ചിലത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നു. റഹ്മാനായ റബ്ബിന് മാത്രം നൽകേണ്ടുന്ന ആരാധനകളും അവകാശങ്ങളും സൃഷ്ടികൾക്ക് കൂടി വകവെച്ചു കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല നിലയ്ക്ക് ചെയ്താൽ പോലും അവരുടെ അമലുകൾ ബാത്തിലായി പോകുന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു ഉദാഹരണമായി റബ്ബ് പറഞ്ഞു തരികയാണ്, ഒരു നിലക്കും ശിർക്കും കുഫറും വരരുത്. വന്നാൽ കറമാദിൻ ഇഷ്തദ്ദത് ബിഹി റീഹു ഫീ യൗമിൻ ആസിഫ്, ശക്തമായ കാറ്റടിക്കുന്ന ദിവസം ഒരു വെണ്ണീരിൽ, ഒരു ചാരത്തിൽ കാറ്റടിച്ചാൽ അതിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതുപോലെ നിങ്ങൾ കൂമ്പാരമായി പ്രവർത്തനങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്നും പരലോകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, രഹസ്യ ജീവിതം സംശുദ്ധിയുള്ളതായിരിക്കണം. ആളുകൾക്കാണെ നല്ലവനാവുക എന്നുള്ളത് ശ്രമകരമായൊരു കാര്യമേ അല്ല. കാരണം മനുഷ്യൻ്റെ ഫിത്രത്തിൽ തന്നെ ഉള്ളതാണത്. മറ്റൊരാൾ കാണാൻ ഒരാൾ തെറ്റ് ചെയ്യൂല, അത് അയാൾക്ക് ഐബാണ്.
അപ്പോൾ സൃഷ്ടികൾക്ക് നൽകുന്ന ആ പരിഗണന പോലും സ്രഷ്ടാവായ അള്ളാഹുവിന് നൽകാതിരിക്കലാണ് രഹസ്യത്തിൽ തിന്മകൾ ചെയ്യുക. മനുഷ്യരാരും കാണുന്നില്ല, എന്നാൽ എനിക്ക് തെറ്റ് ചെയ്യാം എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അയാളുടെ അമലുകൾ ബാത്തിലായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം വരും, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവരെ എനിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പക്ഷേ തിഹാമ പർവ്വതം പോലെ എന്ന് പറഞ്ഞാൽ വലിയൊരു പർവ്വതമാണ്, ആ പർവ്വത സമാനമായ നന്മകളുമായിട്ടാണ് അവർ ഖിയാമത്ത് നാളിൽ വരുന്നത്. എത്രത്തോളം? രാത്രി നമസ്കാരം വരെ അവർ നിർവഹിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചവരാണ്. അവരുടെ അമലുകൾ കൂമ്പാരമായി ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയൊക്കെ ഫജഅലഹു ഹബാഅം മൻസൂറാ, പാറിപ്പറക്കുന്ന ധൂളികളാക്കി മാറ്റിക്കളയും. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ ഹറാമും അവരും ഒറ്റക്കായാൽ അവരാ ഹറാമ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ സമൂഹം കാണാൻ അവർ ചെയ്യുന്ന നന്മകളെല്ലാം യഥാർത്ഥത്തിൽ ജനങ്ങളെ കാണിക്കുക എന്ന ഒരു ലക്ഷ്യമാണ്. എന്നാൽ ആളുകളില്ലെങ്കിൽ അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുമില്ല. അതേപോലെ തന്നെ ഏത് ഹറാമുകളും ആളുകൾ കാണുന്നില്ലെങ്കിൽ ചെയ്യാൻ അവർക്ക് മടിയുമില്ല. അവരുടെ മനസ്സിൽ ലവലേശം അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയോ റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള ആ ഒരു പേടിയോ ഒന്നും അവരുടെ മനസ്സിലില്ല എന്നതിൻ്റെ അടയാളമാണ്. അത്തരം ആളുകളും എത്ര നന്മകൾ ചെയ്താലും പാറിപ്പറക്കുന്ന ധൂളികളാക്കി അതിനെ മാറ്റിക്കളയും. ഈ ഹദീസ് കേട്ടപ്പോൾ സ്വഹാബികൾ തേങ്ങിക്കരഞ്ഞു എന്നാണ്. അവർ തേങ്ങിക്കരഞ്ഞു. കാരണം അത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുന്നതിനെക്കുറിച്ചുള്ള പേടി കൊണ്ടായിരുന്നു അവർ കരഞ്ഞിരുന്നത്. അതുകൊണ്ട് നാം ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാലിക ഹുവൽ ളലാലുൽ ബഈദ്, അതാണ് വിദൂരമായ വഴികേട്. കാരണം ഒരുപാട് അമല് ചെയ്തിട്ടുണ്ട്. ആമിലത്തുൻ നാസിബ, ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അധ്വാനങ്ങളൊക്കെ വെറും നിഷ്ഫലമായിരുന്നു, ഒരു ഉപകാരവും ഉണ്ടായില്ല എന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന ആ നിരാശ ആലോചിച്ച് നോക്കൂ. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ, മനുഷ്യർ അവർ കണക്കാക്കാത്തത് പരലോകത്ത് കണ്ടെത്തുന്നതാണെന്നാണ്. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്താണ് അള്ളാഹുവിൻ്റെ വിചാരണ. തലനാരിയ കീറി വിചാരണ ചെയ്യുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധമില്ലെങ്കിൽ, റഹ്മാനായ റബ്ബിനെക്കുറിച്ച് വന്യമായ ധാരണകൾ മാത്രമാണെങ്കിൽ ആ ധാരണ മനുഷ്യനെ അങ്ങേയറ്റം മതപ്പതനത്തിലെത്തിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ മനുഷ്യരുടെ കൈകളും കാലുകളും തൊലികളും സംസാരിക്കുന്നതാണ് മനുഷ്യനെതിരെ. നോക്കൂ നിങ്ങൾ, പുറത്തു നിന്നുള്ള സാക്ഷിയല്ല, വേറൊരാൾ പറയല്ല, മലക്ക് പറയുകയല്ല, വേറൊരു വ്യക്തിയുടെ സാക്ഷ്യമല്ല. ഒരു വ്യക്തിയുടെ അയാളുടെ ശരീരത്തിലെ തൊലികൾ, അയാളുടെ ശരീരത്തിലെ കണ്ണുകൾ, അയാളുടെ ശരീരത്തിലെ കൈകൾ ആ വ്യക്തിക്കെതിരെ സംസാരിക്കും. അന്ന് മനുഷ്യന് സ്വന്തത്തോട് സംസാരിക്കുന്നതാണ്. വഖാലൂലി ജുലൂദിഹിം ലിമ ഷഹിത്തും അലൈന, തൊലികളോട് മനുഷ്യൻ അന്ന് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷ്യം പറഞ്ഞത്? ഖാലു, അപ്പോൾ തൊലികളുടെ മറുപടി അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈ, എല്ലാറ്റിനെയും സംസാരിപ്പിച്ചവനായ, സംസാരിപ്പിക്കുവാൻ കഴിവുള്ളവനായ റബ്ബ് ഞങ്ങളെക്കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബാണ് അതിന് കഴിവ് നൽകിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളിതാ സാക്ഷ്യം പറയുന്നു. നമ്മുടെ തൊലികൾ അതിൻ്റെ സാക്ഷ്യമില്ലാതെ നമുക്ക് വല്ല ഹറാമും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ തൊലികളുടെ സാന്നിധ്യമില്ലാതെ, നമ്മുടെ കൈകാലുകളുടെ സാന്നിധ്യമില്ലാതെ നാം തേച്ച് മിനുക്കി കുളിച്ച് പൗഡറിട്ട് അതേപോലെ ഉള്ള ഒട്ടനവധി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ സ്നേഹിച്ച് ലാളിക്കുന്ന നമ്മുടെ മുഖവും കൈകളും കാലുകളും തൊലികളുമൊക്കെ നമുക്കെതിരെ സാക്ഷ്യം പറയുന്നതാണ്. എന്നിട്ട് തൊലികൾ പറയും, വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും വലാകിൻ ളനതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾക്ക് നിങ്ങളുടെ തൊലികളെ മറച്ചു വെച്ചുകൊണ്ട്, കണ്ണുകളെ മറച്ചു വെച്ചുകൊണ്ട്, കാതുകളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഹറാമ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല, പറ്റൂല. കാരണം ഇതൊക്കെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ വലാകിൻ ളനൻതും, മനുഷ്യരെ നിങ്ങൾ കരുതി, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന അധികമൊന്നും അള്ളാഹു അറിയുന്നില്ല എന്നൊരു ധാരണയിലാണ് നിങ്ങൾ. നോക്കൂ, അള്ളാഹു തീരെ അറിയുന്നില്ല എന്നല്ല, മറിച്ച് അള്ളാഹു അറിയും, പക്ഷെ അത്ര സൂക്ഷ്മമായൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെറിയ തെറ്റുകളൊക്കെ ആവാം, അതൊന്നും റബ്ബ് അങ്ങനെ ശ്രദ്ധിക്കൂല, അള്ളാഹു അങ്ങനെ അറിയുകയില്ല എന്ന ഒരു ധാരണയാണ്.
മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യഹൂദന്മാരുടെ ചിന്തയെക്കുറിച്ച് അതുപോലെ നമുക്കുണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് അവരുടെ വാദം? വയഖൂലൂന സയുഗ്ഫറു ലനാ. അവർ പറയണം അതൊക്കെ അള്ളാഹു ഞങ്ങൾക്ക് അങ്ങ് പുറത്തു തരും. അള്ളാഹു പൊറുക്കുന്നവനല്ലേ, അതൊക്കെ പടച്ചിറബ് അങ്ങ് പൊറുക്കും. നമ്മൾ തൽക്കാലം തെറ്റ് ചെയ്യുക, ബാക്കി അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണത്. റഹ്മാനായ റബ്ബ് പാപങ്ങളെല്ലാം പൊറുക്കും, പക്ഷേ ഒരിക്കലും അത് നമ്മെ വഞ്ചനയിൽ അകപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിനോടുള്ള പേടി ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഉള്ള പ്രതീക്ഷ പാടില്ല, പ്രതീക്ഷ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള പേടിയും പാടില്ല. രണ്ടും കൂടി ജമ്മ ചെയ്യണം, ഇല്ലെങ്കിൽ അപകടമുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയാണ് വദാലികും ളന്നുകുമുല്ലദീ ളനതും ബിറബ്ബികും അർദാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. അള്ളാഹുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റായ ആ ധാരണയാണ് നിങ്ങളെ അതപ്പതിപ്പിച്ചതും നിങ്ങളെ നഷ്ടക്കാരിൽ ആക്കി തീർത്തതും. അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണ തെറ്റായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, അത് വലിയ കാര്യങ്ങളൊന്നും, അധിക കാര്യങ്ങളും അള്ളാഹു അറിയുന്നില്ല, ചിലതൊക്കെ അള്ളാഹു അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ റഹ്മാനായ റബ്ബ് അതൊക്കെ നമുക്കങ്ങ് പുറത്തു തരും, കുഴപ്പമൊന്നുമില്ല തുടങ്ങിയ ചിന്തകളാണ് തലമുറകളെ നശിപ്പിച്ചത്. നിങ്ങളെയും അത് നശിപ്പിക്കും. ഒരിക്കലും അങ്ങനെ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞത്, നിങ്ങൾ വലിയ വലിയ പാപങ്ങളൊക്കെ ഒന്ന് വളരെ നിസ്സാരമായി കരുതുന്നു, പക്ഷേ ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഒരു മുടിയുടെ അത്രയും നിസ്സാരമായ, ഒരു മുടി എത്ര നേരിയതാണ്, എത്ര നിസ്സാരമാണ്, അത്രയും ചെറിയ കാര്യം പോലും ഞങ്ങൾ ഭയപ്പെട്ടതൊരു പർവ്വതം ഞങ്ങളുടെ തലയിലേക്ക് മറഞ്ഞു വീഴാൻ പോകുമ്പോൾ അതിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരാൾ എങ്ങനെയാണോ അതിനെ ഭയപ്പെടുന്നത്, അതേപോലെ ഒരു മുടിയുടെ അത്രയും നിസ്സാരമായ പാപങ്ങളെ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു. അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ആ ധാരണ കുറഞ്ഞു വന്നപ്പോൾ വലിയ ഹറാമുകൾ പോലും, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വലിയ ഹറാമ് പോലും നിങ്ങൾക്ക് മൂക്കിൻ്റെ തുമ്പിൽ വന്നിരിക്കുന്ന ഈച്ചയെ പോലെയാണ്, അതൊന്ന് തട്ടിയാൽ അതങ്ങ് പോകും എന്നതുപോലെയാണ് വലിയ ഹറാമുകളെ പോലും നിങ്ങൾ കാണുന്നത്. മആദല്ലാഹ് വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏറ്റവും വിദൂരമായ വഴികേടെന്ന് പറയുന്നത് നമ്മൾ ചെയ്ത അമല് ബാത്തിലായി പോവലാണ്. അതൊരിക്കലും സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഈ അധ്വാനം പോലെ ഏറെ പ്രസക്തമാണ് അമലുകൾക്ക് ശേഷം അതിനെ നിലനിർത്തുക എന്നത്. ശ്രദ്ധിക്കുക. ഉലമാക്കൾ പഠിപ്പിച്ചൊരു പോയിൻ്റാണ്. എന്താണത്? നമസ്കരിക്കാൻ അധ്വാനമുണ്ട്, സദക്ക കൊടുക്കാൻ അധ്വാനമുണ്ട്, ഹജ്ജ് ചെയ്യാൻ അധ്വാനമുണ്ട്, ഉംറ ചെയ്യാൻ അധ്വാനമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാതെ മരിക്കുന്നവരെ കാത്തു സൂക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്. ഇബാദത്തിനെ സംരക്ഷിക്കൽ ഏറ്റവും വലിയ ഇബാദത്താണ്. അത് അതിനേക്കാൾ വലിയ ഇബാദത്താണ്. നമ്മൾ ചെയ്ത ഒരു അമലിനെ സംരക്ഷിക്കുക എന്നത് അതിനേക്കാൾ വലിയ ജിഹാദാണ്, അതിനേക്കാൾ വലിയ അമാനത്താണ്, അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ഉമ്മത്തിലെ പാപ്പരുകൾ ആരാണെന്നറിയാമോ? സ്വഹാബത്ത് പറഞ്ഞു, ദീനാറും ദിർഹവും ഇല്ലാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, മറിച്ച് ഖിയാമത്ത് നാളിൽ ഒരുപാട് നമസ്കാരവും നോമ്പും സക്കാത്തും സദഖയുമായി വരുന്നവരാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അമലിനെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അവർ പരാജയപ്പെട്ടു. പലരെയും ചീത്ത വിളിച്ചു, പലരെയും പരിഹസിച്ചു, പലരെയും കുത്തുവാക്കുകൾ പറഞ്ഞു, പലരുടെ ധനവും അന്യായമായി അപഹരിച്ചു, പലരെയും ശാരീരികമായി ഉപദ്രവിച്ചു. ഇവരുടെ നന്മകളൊക്കെ എടുത്ത് അവർക്ക് കൊടുക്കും, അവരുടെ തിന്മകളൊക്കെ എടുത്ത് ഇവർക്കും കൊടുക്കും. അങ്ങനെ പാപ്പരുകളായി ഒരുപാട് നിസ്കരിച്ചിട്ടും ഒരുപാട് നോമ്പ് നോറ്റിട്ടും പാപ്പരായവരായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടൽ, അതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെയ്ത അമലുകൾ നിഷ്ഫലമായി പോകാതെ കാത്തു സൂക്ഷിക്കുക, അതിനാവശ്യമായ അറിവ് നേടിയെടുക്കുക. മതത്തിൽ അറിവുള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ, ഖുർആനിലും ഹദീസിലും അറിവുള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ. ദീനിനെ സത്യസന്ധമായും ആത്മാർത്ഥമായും പഠിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അലം തറ, നബിയെ താങ്കൾ കണ്ടില്ലേ? അലം തറ അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ്, ആകാശങ്ങളെയും ഭൂമിയെയും ന്യായപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലാ ബിൽ ബാത്തിൽ. ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ലാ ബിൽ ബാത്തിൽ. വമാ ഖലഖ്നസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തിലാ, ആകാശങ്ങളെയും ഭൂമിയെയും ഞാൻ വെറുതെ സൃഷ്ടിച്ചതല്ല. ദാലിക ളന്നുൽ ലദീന കഫറു, അത് ദൈവനിഷേധികളുടെ വ്യാമോഹവും പൂതിയും ആഗ്രഹവും പ്രതീക്ഷയും മാത്രമാണ്. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, ആ സത്യനിഷേധികൾക്ക് നരകം കൊണ്ട് നാശം.
ഇത്രയും വലിയ മഹാപ്രപഞ്ചം, അത്ഭുതകരമായ പ്രപഞ്ചം സൃഷ്ടിച്ചത് വെറുതെ കളിതമാശക്കാണ്. ജീവിതത്തിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ജനിക്കുന്നു, മണ്ണായിത്തീരുന്നു, അത് കഴിഞ്ഞാൽ ഖലാസ് എന്ന് പറയുന്നത് സത്യനിഷേധികളുടെ വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ്, ആകാശങ്ങളെയും ഭൂമിയെയും ന്യായപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നു, വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. ഇൻ യശ യുദ്ഹിബുകും, ഇൻ യശ ഷാ യശാഉ മശീഅ, ഉദ്ദേശിക്കുക. ഇൻ യശ, അല്ലാഹു ഉദ്ദേശിച്ചാൽ യുദ്ഹിബുക്കും, നിങ്ങളെ അവൻ കൊണ്ടുപോകും. അദ്ഹബ യുദ്ഹിബു എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക. യുദ്ഹിബുക്കും, നിങ്ങളെ അള്ളാഹു കൊണ്ടുപോകും, നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ നിന്ന് ഇല്ലാതാക്കും. എന്നിട്ട് വയഅതി, അവൻ കൊണ്ടുവരും ബിഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിയെ. ബിഖൽഖിൻ ജദീദ്, പുതിയ ഒരു സൃഷ്ടിയെ അള്ളാഹു കൊണ്ടുവരും അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. വമാ ദാലിക, അതല്ല, അഥവാ അൻ യഅതിയ ബിഖൽഖിൻ ജദീദ്, ഒരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവരിക എന്നുള്ളത് വമാ ദാലിക, അതല്ല, അലല്ലാഹി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മേൽ ബി അസീസ്, വലിയ പ്രയാസമുള്ള ഒരു കാര്യമേ അല്ല. ഐ ബി അളീമിൻ വലാ മുംതനിഇൻ. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് നൽകിയ തഫ്സീർ, ഐ ബി അളീം, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമല്ല. വലാ മുംതനിഇൻ, അതിൽ നിന്ന് അവനെ തടയാന്ന ഒന്നും തന്നെ ഇല്ല. കഴിവുകേടോ മറ്റു തടസ്സങ്ങളോ ഒന്നും റബ്ബിനില്ല. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി മനുഷ്യന്മാരെ ഇവിടുന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമാക്കിയിട്ട് പുതിയ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരിക എന്നുള്ളത് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. സൂറത്തു ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ദരിദ്രന്മാരാണ്, ഫഖീറുകളാണ്. എത്ര ദുർബലനാണ് മനുഷ്യൻ, എത്ര ദുർബലനാണ്. ഒരു കൊതുകിൻ്റെ മൂളുന്ന ശബ്ദം കേട്ടാൽ ഉറക്കം പോകുന്നവനാണ് മനുഷ്യൻ. ഒരു കൊതുക്, അത് കടിക്കണ്ട, ചെവിയുടെ അടുത്ത് വന്ന ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ മതി, അസ്വസ്ഥനായി. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ദുർബലനാണ് മനുഷ്യൻ. ഒരു വയറുവേദന വന്നാൽ, ഒരു പല്ലുവേദന വന്നാൽ, ഒരു ചെവി വേദന വന്നാൽ അവൻ തളർന്നുപോയി. അത്രക്കും ദുർബലനാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. എല്ലാം റബ്ബിൻ്റെ അനുഗ്രഹമാണ്. ഈ അള്ളാഹുവില്ല, പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് വാദിക്കുന്ന ആളുകൾ പോലും അത് പറഞ്ഞു തീരുമ്പോഴേക്ക് ആയിരക്കണക്കിന് റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടും റഹ്മാനായ റബ്ബ് സംവിധാനിച്ച സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് സംസാരിക്കുന്നത് തന്നെ. സംസാരിക്കുക എന്നുള്ള കഴിവ് എവിടുന്ന് കിട്ടി, ആര് നൽകി? ശബ്ദം പുറപ്പെടുക, അത് ഭാഷയായി തീരുക, അത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരാളുടെ കാതിലെത്തുക, അയാൾക്ക് ആ വേർഡ് മനസ്സിലാവുക, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാവുക, ഈ മഹാസംവിധാനങ്ങളൊക്കെ താനേ ഉണ്ടാകുന്നതാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യൻ ഫഖീറുകളാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹുവാണ് ഗനിയ്, അവനാണ് സ്തുത്യർഹൻ. ഇൻ യശ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളെ മാറ്റിയിട്ട് പുതിയ സൃഷ്ടിയെ കൊണ്ടുവരും. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ഒരു കാര്യമേ അല്ല. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. അതിലൊന്ന്, പരലോകത്തെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയാണത്. അലം തറ, നിങ്ങൾ കാണുന്നില്ലേ, കണ്ടിട്ടില്ലേ, നോക്കിയിട്ടില്ലേ, ശ്രദ്ധിക്കുന്നില്ലേ, നിരീക്ഷിക്കുന്നില്ലേ? അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും വ്യക്തമായ ഹക്കിൻ്റെ അടിസ്ഥാനത്തിൽ, എവിടെയും ബാത്തിൽ കാണാൻ കഴിയില്ല, ബിൽ ഹഖ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അടുക്കുകളായി 7 ആകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചു. നിങ്ങളൊന്ന് നോക്കൂ, പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, എവിടെങ്കിലും വല്ല തകരാറുമുണ്ടോ എന്ന്. ഇതൊരു വെല്ലുവിളിയല്ലേ?
14ാം നൂറ്റാണ്ടായി ഈ വെല്ലുവിളി. എന്തെങ്കിലും കുഴപ്പം പ്രപഞ്ചത്തിൽ പറയൂ. പ്രപഞ്ചത്തിൻ്റെ അപാരമായ അത്ഭുതങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണോ വിദ്യാർത്ഥി കണക്കെ അറിവുള്ള ആളുകൾ, അറിവ് നേടുന്ന ആളുകൾ നോക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഇക്വേഷനുകൾ, ഏത് ഇക്വേഷനുകളാണ്, ഏത് നിയമങ്ങളാണ് പ്രപഞ്ചത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത്, ഗാലക്സികളെ താങ്ങി നിർത്തുന്നത്, നക്ഷത്രങ്ങളെ താങ്ങി നിർത്തുന്നത്. ഈ കാണുന്ന നക്ഷത്ര ലോകങ്ങളൊന്നും ഭൂമിയിലേക്ക് പതിക്കാതെ എന്തുകൊണ്ട് അങ്ങനെ നിലനിൽക്കുന്നു? എല്ലാം കൃത്യമായ ഭ്രമണപഥങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളിൽ എവിടെയും വ്യത്യാസം കാണുന്നില്ല. ചന്ദ്രൻ്റെ ഉദയാസ്തമയങ്ങളിൽ എവിടെയും വ്യത്യാസം കാണുന്നില്ല. അത്ഭുതകരമായ ഈ മഹാപ്രപഞ്ചത്തെ വീക്ഷിക്കുന്നു. ഹൽ തറാമിൻ ഫുത്തൂർ, എന്തെങ്കിലും കാണുന്നുണ്ടോ? സുമ്മർജിഇൽ ബസറ കറതൈൻ, റിപ്പീറ്റഡായി വീണ്ടും വീണ്ടും നോക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ പറയാണ് അതിൻ്റെ റിസൾട്ട് യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ, ക്ഷീണിച്ച് അവശനായി നിരാശനായി ഒന്നും കണ്ടെത്താൻ പറ്റാതെ കണ്ണുകൾ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. ഒരു ന്യൂനതയും കാണാൻ കഴിയില്ല. ഈ നിലക്ക് ന്യൂനതകളില്ലാതെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് ഒരു ലക്ഷ്യമില്ലാതെ മനുഷ്യ നിന്നെ സൃഷ്ടിക്കുമോ? ചിന്തിച്ചുകൂടെ നിനക്ക്? അലം തറ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ്. ഇത്രയും വലിയ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് വൃഥാവിലായിക്കൊണ്ടൊരു കാര്യം ചെയ്യൂല. അതുകൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചതിൽ ഒരു ലക്ഷ്യമുണ്ട്. അഫ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കുകയാണോ? ഒരിക്കലും അങ്ങനെയല്ല. അത് ബോധ്യപ്പെടും. പ്രപഞ്ചത്തെ ഗൗരവത്തിൽ നിരീക്ഷിക്കുന്ന ഒരാൾക്ക്, എന്തിനേറെ ഒരു തേനീച്ചയുടെ ജീവിതചക്രം പോലും കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മഹാത്ഭുതങ്ങളല്ലേ കാണാൻ കഴിയുന്നത്. അതിൻ്റെ സൃഷ്ടിപ്പ് മുതൽ, അതിൻ്റെ സഞ്ചാരം മുതൽ, അത് തേൻ സമ്പാദിക്കുന്നതും തേൻ ഉൽപ്പാദിപ്പിക്കുന്നതും മനുഷ്യർക്കത് നൽകുന്നതടക്കമുള്ള സംവിധാനം മനുഷ്യർ പോലും ആലോചിച്ചാലും ചിന്തിച്ചാലും നടക്കാത്ത അത്രയും അത്ഭുതങ്ങളാണ്. ഒരൊറ്റ തേനീച്ചയുടെ കാര്യം പോലും അങ്ങനെയാണെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന മഹാത്ഭുതങ്ങൾ, വർണ്ണവ്യത്യാസങ്ങൾ എല്ലാം 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 റഹ്മാനായ റബ്ബിൻ്റെ ഏകത്വത്തെയും അവൻ്റെ അത്യുന്നതമായ കഴിവിലേക്കും വെളിച്ചം വീശുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, ഇതൊന്ന് പരിശോധിക്ക്. അലം തറ, അലമ മുഹമ്മദ് ബിൻ ജരീർ ഒത്തബരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ, നബിയെ താങ്കൾ താങ്കളുടെ ഹൃദയം കൊണ്ട് കണ്ടില്ലേ എന്നാണ്. അലം തറ ബി ഖൽബിക്, നബിയെ ഹൃദയം കൊണ്ട് കണ്ടില്ലേ? ചിന്തിക്കുന്നതാണ്. കേവലം കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, അതെല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരും ആകാശത്തേക്ക് നോക്കുന്നുണ്ട്, എല്ലാവരും നക്ഷത്രത്തിലേക്ക് നോക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അവലം യസീറു ഫിൽ അർദ്, ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചൂടെ? ഫതകൂന ലഹും ഖുലൂബുൻ യഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ, ചിന്തിക്കുന്ന ഹൃദയമുണ്ടാകും, ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി. അല്ലെങ്കിൽ കേൾക്കുന്ന കാതുണ്ടാകും, ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി, പ്രപഞ്ചത്തെ ഒന്ന് വീക്ഷിച്ചാൽ മതി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്ക് അന്ധത ബാധിക്കുന്നില്ല. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, നെഞ്ചകത്തുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത്. കണ്ണുകളൊക്കെ നല്ല കാഴ്ചയാണ്, കണ്ണട പോലും വെക്കണ്ട. പക്ഷേ ഹൃദയം മന്ദമായി പോയാൽ എന്ത് ചെയ്യും? എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തവരും ഹൃദയം കൊണ്ട് കാണാൻ കഴിവുള്ളവരാണ്, അവർ ഈമാനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ അലം തറ എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രമല്ല, ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ സത്യസന്ധമായി ഒന്ന് വീക്ഷിച്ചാൽ, അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും ന്യായപ്രകാരം സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇങ്ങനെ സൃഷ്ടിച്ചവനാണ് റബ്ബെങ്കിൽ ഇനി പറയാൻ പോകുന്നത് അള്ളാഹുവിനൊരു പ്രയാസമുള്ള കാര്യമല്ല. ഇൻ യശയുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ നിങ്ങളെ കൊണ്ടുപോവുകയും പുതിയ സൃഷ്ടിയായി കൊണ്ടുവരികയും ചെയ്യും. ഇതിന് 2 തഫ്സീറാണ് നൽകപ്പെട്ടിട്ടുള്ളത്. 2 തഫ്സീർ. ഒന്നാമത്തെ തഫ്സീർ, മനുഷ്യനെ മാറ്റിയിട്ട് പകരം അള്ളാഹു ഉദ്ദേശിക്കുന്ന മറ്റൊരു സൃഷ്ടി. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയാണ്, എന്താണ്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്കൊരു ഖലീഫയെ അഥവാ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. അപ്പോൾ അന്ന് വരെ മലക്കുകൾക്ക് പരിചയമില്ലാത്ത പുതിയ സൃഷ്ടിയാണത്. ജിന്നുകളുണ്ട് അവിടെ, ഇബ്ലീസ് അവിടെ ഉണ്ട്. പക്ഷെ മനുഷ്യൻ എന്ന സൃഷ്ടി അന്ന് വരെ പ്രപഞ്ചത്തിലില്ല. അള്ളാഹു പറയാണ്, ഞാൻ പുതിയൊരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ പോകുന്നു. റബ്ബ് അതിന് കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ കളിമണ്ണ് കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു. ആദ്യം കളിമണ്ണിൻ്റെ രൂപമാണ്. ഇബ്ലീസ് ചുറ്റിലുമൊന്ന് നടന്നു നോക്കിയെന്നാണ്. ഇബ്ലീസ് ചുറ്റിലുമൊന്ന് നടന്നു നോക്കി, ഇതെന്താണ് സൃഷ്ടി? ചലിക്കുന്നില്ല, അനങ്ങുന്നില്ല.
മണ്ണുകൊണ്ടുള്ളൊരു രൂപം, കളിമണ്ണ് കൊണ്ടുള്ളൊരു രൂപം. ഇബ്ലീസ് ഒന്ന് തട്ടി നോക്കിയെന്നാണ് മനുഷ്യന്. സ്വഹീഹായ ഹദീസിൽ വന്നതാണ്, വെറുതെ പറയല്ല, സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. ഇബ്ലീസ് മനുഷ്യന് ചുറ്റിലും ഒന്ന് നടന്നു നോക്കി. പിന്നീട് ഒരു കലമൊക്കെ എടുത്താൽ മുട്ടി നോക്കുന്നത് പോലെ ഇബ്ലീസ് ഒന്ന് തട്ടി നോക്കി. അപ്പോൾ ഉള്ളു പൊള്ളയായ ഒരു സൗണ്ടാണ് വന്നത്. അപ്പോൾ ഇബ്ലീസിന് മനസ്സിലായി, അങ്ങനെ ഉള്ളിൽ വലിയ ദൃഢതയൊന്നുമില്ലാത്തൊരു സൃഷ്ടിയാണ് അള്ളാഹു സൃഷ്ടിക്കാൻ പോകുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുമ്മ സവ്വാഹു, മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് ശരിപ്പെടുത്തി. അങ്ങനെ കുറേ കാലം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെയാണെന്ത്, സുമ്മ നഫഖ ഫീഹി മിർ റൂഹിഹി, അള്ളാഹു അവൻ്റെ പ്രത്യേകമായ ആത്മാവിനെ ഊതിയപ്പോഴാണ് മനുഷ്യൻ്റെ എല്ലാ ആത്മാവും ജീവനുമെല്ലാം ഉള്ളൊരവസ്ഥയിലേക്ക് മാറിയത്. അപ്പോൾ കളിമണ്ണിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അങ്ങനെ പുതിയ സൃഷ്ടികളെ കൊണ്ടുവരാൻ റബ്ബിന് കഴിയുമെന്നാണ് പറയുന്നത്. അത് റഹ്മാനായ റബ്ബിനൊരു പ്രയാസമല്ല. പ്രകാശത്തിൽ നിന്ന് മലക്കുകളെ, തീയിൽ നിന്ന് ജിന്നുകളെ, കളിമണ്ണിൽ നിന്ന് മനുഷ്യനെന്ന മഹാത്ഭുതത്തെ സൃഷ്ടിച്ച റബ്ബിന് മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരാൻ വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ട് നിങ്ങളെ മാറ്റി വേറുള്ളവരെ കൊണ്ടുവരാൻ റബ്ബിന് കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അത് അള്ളാഹുവിന് പ്രയാസമുള്ളൊരു വിഷയമേ അല്ല. അതാണ് ഒന്നാമത്തെ തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ, നിങ്ങളെ മരിപ്പിക്കുകയും ശേഷം പുതിയ ഒരു ജീവിതം നൽകിക്കൊണ്ട് നിങ്ങളെ വീണ്ടും കൊണ്ടുവരികയും ചെയ്യും. കാരണം എന്താണ്, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആദ്യാവസ്ഥയിലേക്ക് മാറുന്നു. എന്താണത്? തുറാബ്, മണ്ണ്. എവിടെ നിന്നാണ് അള്ളാഹു ആദം നബി ഉണ്ടാക്കിയത്? മണ്ണിൽ നിന്ന്. മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങോട്ടാണ് മടങ്ങുന്നത്? മണ്ണിലേക്ക്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, അതിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകും, അവിടെ നിന്ന് തന്നെ വീണ്ടും നിങ്ങളെ കൊണ്ടുവരും. അതാണ് വയഅതി ബിഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിപ്പായി നിങ്ങളെ കൊണ്ടുവരാൻ റബ്ബിനൊരു പ്രയാസവുമില്ല. എന്നിരിക്കെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലെ മഹാത്ഭുതങ്ങൾ കണ്ടറിഞ്ഞ മനുഷ്യ, നിന്നെപ്പോലെ നിസ്സാരനായ ഒരു മനുഷ്യനെ വീണ്ടും സൃഷ്ടിച്ച് പരലോകത്ത് കൊണ്ടുവന്ന് നിൻ്റെ അമലുകളെക്കുറിച്ച് വിചാരണ ചെയ്യുക എന്നത് റബ്ബിന് പ്രയാസമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് പരലോകത്തെ നിഷേധിക്കല്ലേ, വേദഗ്രന്ഥങ്ങളെ നിഷേധിക്കല്ലേ, പ്രവാചകന്മാരെ നിഷേധിക്കരുതേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസകരമായ കാര്യമല്ല. അപ്പോൾ റഹ്മാനായ റബ്ബ് അതിനൊക്കെ കഴിവുള്ളവനാണ് എന്ന് വളരെ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പഠിതാക്കൾ ഈ വിഷയങ്ങളിലൊക്കെ വളരെയധികം ഗൗരവം കാണിക്കുകയും ജീവിതം ഗൗരവമേറിയ ഒന്നാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഓരോ പുതിയ ദിവസങ്ങളുണ്ടാകുമ്പോഴും, ഓരോ പുതിയ മാസങ്ങളുണ്ടാകുമ്പോഴും, ഓരോ പുതിയ വർഷങ്ങളുണ്ടാകുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല അത്. മറിച്ച് നമുക്ക് ആഹ്ലാദിക്കാം. എന്തിന്? അത് എല്ലാ ദിവസവും ഉണ്ടാവേണ്ട ആഹ്ലാദമാണ്. അതേതാണ് ആഹ്ലാദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റാൽ നിങ്ങളിങ്ങനെ പറയണം, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ ആഫാനി ഫീ ജസദീ, എൻ്റെ ജസദിന് ആഫിയത്ത് നൽകിയിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ശരീരത്തിന് കുഴപ്പമില്ല, എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. 2, വറദ്ദ അലയ്യ റൂഹി, റൂഹിനെയും തിരിച്ചു തന്നിരിക്കുന്നു, ആത്മാവിനെയും തിരിച്ചു തന്നു. എന്തിനാണ്? അതാണ് പ്രസക്തമായത്. എന്തിനാണ് ഈ റൂഹിനെ തിരിച്ചു തന്നത്? എന്തിനാണ് ജസദിന് ആഫിയത്ത് നൽകിയത്? ഹറാമ് ചെയ്യാനാണോ? സമയം വെറുതെ കളയാനാണോ? ഹറാമായ കാര്യങ്ങളിൽ തൻ്റെ ജീവിതത്തെ, സമ്പത്തിനെ ചെലവഴിക്കാനാണോ? അടിച്ചു പൊളിക്കാനാണോ? ധാർമ്മികതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിക്കാനാണോ? അല്ല. എന്തിനാണ് ഈ റൂഹിനെന്ന് രാവിലെ തന്നത്? എന്തിനാണ് എന്നോട് എഴുന്നേറ്റോ എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞത്? വഅദിന ലീ ബിദിക്രിഹി, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരു ദിവസം കൂടി തന്നു. അള്ളാഹു നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന എന്തിനാണ്? ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കാനാണ്. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ഓർക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം.
വലദിക്റുല്ലാഹി അക്ബറു, അള്ളാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാണ് വേണ്ടത്, നന്ദി കാണിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അടിച്ചു പൊളിക്കുകയല്ല, റബ്ബിനെ മറന്ന് ഹറാമുകളിൽ കൂത്താടുകയല്ല, മറിച്ച് വിനയാന്യതരായി തീരുക. റഹ്മാനായ റബ്ബിന് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകുന്ന നിമിഷങ്ങളെ, സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ ആസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ വലിയ നഷ്ടത്തിലാണ്, മനുഷ്യൻ വലിയ നഷ്ടത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം ഏത് നിമിഷവും നമ്മെ തേടി വരാം. എപ്പോൾ എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇന്നും എൻ്റെ ഒരു സുഹൃത്തെന്നോട് പറഞ്ഞത് എന്താണ്, അദ്ദേഹം പറയാണ്, രാവിലെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്നുകൊണ്ടിരുന്ന അവരുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ വൈകുന്നേരമായപ്പോഴേക്ക് എന്തോ ഒരു വേദന വരുന്നു, ഒരു അസ്വസ്ഥത, അടുത്ത നിമിഷങ്ങളിൽ മരിച്ചു വീഴുകയാണ്. നോക്കൂ നിങ്ങൾ, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ എന്ത് പ്രവർത്തിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. നാളെ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് പറയാൻ നിർവാഹമില്ല. എന്ത് ചെയ്യുമെന്ന് പോലും പറയാൻ നിർവാഹമില്ലാത്ത അത്രയും ദുർബലരാണ് നാം. റഹ്മാനായ റബ്ബിൻ്റെ ഖദറിന് കീഴൊതുങ്ങേണ്ടവരാണ് നാം. നമുക്ക് എങ്ങനെയാണ് റബ്ബിനെ മറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് അള്ളാഹു പറയാണ്, മനുഷ്യരെ, നിങ്ങൾ കാലത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നത്, സമയത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഉലമാക്കൾ പറയുന്നത്, മനുഷ്യൻ്റെ സ്വർഗം അവൻ്റെ സമയമാണ്, മനുഷ്യൻ്റെ നരകവും അവൻ്റെ സമയമാണ്. ആ സമയത്ത് അവൻ എന്തിനു ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്വർഗനരകങ്ങളെ നിശ്ചയിക്കുന്നത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണിത്തൂക്കം നന്മ ആരാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം ലഭിക്കും, അണുമണിത്തൂക്കം തിന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ ശിക്ഷയും ലഭിക്കും. ഇതൊക്കെ മനുഷ്യൻ അമലുകൾ ചെയ്യുന്നത് എവിടെ വെച്ചാണ്? സമയത്തിൽ നിന്നുകൊണ്ടാണ്. സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു സൃഷ്ടിച്ച് തന്നതാണെന്ത്? സമയം. അതുകൊണ്ടാണ് അള്ളാഹുവിന് സമയം ബാധകമല്ലാത്തത്. എന്തുകൊണ്ട്? അള്ളാഹു സൃഷ്ടിയല്ല, അവന് സൃഷ്ടാവാണ്. സൃഷ്ടികൾക്കേ സമയം ബാധകമാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം നഷ്ടമാണ്. എന്നാൽ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, ഈമാനിന് വേണ്ടി സമയത്ത് ഉപയോഗപ്പെടുത്തുക. അഖീദ പഠിക്കുക, തൗഹീദ് പഠിക്കാൻ, അതനുസരിച്ച് ജീവിക്കുക. ഈമാൻ എന്നുള്ളത് വളരെ വലിയൊരു സംഭവമാണ്. മറ്റെല്ലാറ്റിനേക്കാളും തഖ്ദീം ചെയ്തത് ഇല്ലല്ലദീന ആമനു എന്നാണ്, വിശ്വസിച്ചവരൊഴികെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഖീദ പഠിക്കണം, അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും മദ്രസയിൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചത് മാത്രം മതിയാവുകയില്ല. അതിനപ്പുറത്ത് നിരന്തരമായി ഖുർആനിലൂടെ, ഹദീസിലൂടെ നമ്മുടെ ഈമാൻ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണത് പഠിക്കേണ്ടത്, എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണത് വിശ്വസിച്ച് ആചരിക്കേണ്ടത്, ഇത് നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അള്ളാഹു സമയം നൽകിയത് ഈ ഈമാനിനാണ്. പിന്നെയോ വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഓരോ നിമിഷങ്ങളിലും. ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് റബ്ബിലേക്ക് തവക്കുലാക്കുക, ആഗ്രഹം പറയുകയും ചെയ്യുക. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. വതവാസൗ ബിൽ ഹഖ്. പിന്നെ ചെയ്യാനുള്ളത് ഈ മഹത്തായ ഹക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ഉപദേശിക്കുക. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, നാട്ടുകാരെ ഈ മഹാസത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. വതവാസൗ ബിസ്സബ്ർ. അങ്ങനെ ഹക്ക് പറയുമ്പോൾ ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും. അവിടെയൊക്കെ ക്ഷമ, ക്ഷമ, ക്ഷമ. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറയുക. ഇങ്ങനെ അത്യുന്നതമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു സമയം തന്നത്. അതൊന്നും വെറുതെ പാഴാക്കാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഓരോ വർഷങ്ങൾ പിറക്കുമ്പോഴും, ഓരോ ദിവസങ്ങൾ പിറക്കുമ്പോഴും റഹ്മാനായ റബ്ബിനെ കൂടുതൽ കൂടുതൽ ഓർത്തുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ, പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പറഞ്ഞുകൊണ്ട്. കാരണം അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആർക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ കഴിയും? റബ്ബ് നമ്മളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ വേറെ ആർക്ക് നമ്മളോട് കരുണ കാണിക്കാൻ കഴിയും? ആ റബ്ബിനോട് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളായിരിക്കണം ഓരോ ദിവസങ്ങളിലും ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റു വചനങ്ങൾ നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. ഇനി വരുന്ന വചനങ്ങളിലൊക്കെ വളരെ ഗംഭീരമായ, ഗൗരവമേറിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് വരുന്നത്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ തഫ്സീറുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.